ഒന്ന് പിടിച്ച് കണ്ടി അടുത്ത എന്റെ ഫയർ ഡാൻസ്. അപ്പം ഇനി മണിക്കൂറുകൾ മാത്രം. സ്കിറ്റിൻ്റെ റിഹേഴ്സലൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പെടപെടാന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റിഹേഴ്സൽ ക്യാമ്പിലാണ് ഇപ്പം. ഇനി സ്റ്റേജ് റിഹേഴ്സലുണ്ട്. വൈകുന്നേരം 7 മണിക്ക് തന്നെ പ്രോഗ്രാം ആരംഭിക്കും. അപ്പോൾ സ്കിറ്റ് ഇപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഗംഭീരമായിട്ട് പ്രാക്ടീസ് കഴിച്ചു. സ്കിറ്റിൻ്റെ മെയിൻ ആർട്ട് നോക്കുന്ന തരുൺമൂർത്തിയാണ്. ഗംഭീരമാകുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഗംഭീരമാകണ്ടേ? ഗംഭീരമാക്കണം. ആ ചിരിയിലുണ്ടല്ലോ എല്ലാവരും. അവസാനവട്ട മിനുക്കമണിയിലാണ്. നമ്മൾ സ്റ്റേജ് തകർക്കാനുള്ള ഒരുക്കത്തിലാണ്. പൊളിക്കും എല്ലാവരും ഭയങ്കര എനർജിയല്ലേ, എല്ലാവരും കൂട്ടത്തോടെ നിന്ന് തകർക്കാനുണ്ടല്ലേ. ഈ നന്ദുചേട്ടാ കുറേ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഡാൻസൊക്കെ പണ്ടും ചെയ്യുന്ന, പിന്നെ കുറേ കാലം ആരും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, തകർക്ക് നമ്മൾ അടിച്ചു പൊളിക്കട്ടെ. പൊളിക്കണം നമുക്ക് അല്ലേ? വിടുമ്പോൾ ദോഹക്കാരെ ഓർക്കണം, എന്നും ഓർത്തിരിക്കണം. നല്ല കാര്യം. തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാനുള്ളവർ പെട്ടെന്ന് എടുത്തോട്ടോ. വൈകുന്നേരം നേരിട്ട് കാണാനുള്ള പരിപാടികളുണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ളവർ പെട്ടെന്ന് എടുത്തോണം. അപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനത്തിലൂടെ പോവാണ്. പിന്നെ പക്ക നമ്മൾ അവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വെച്ചും പറയുന്നത്. കുറച്ചുകൂടെ മേലെ, കാരണം എല്ലാവരും കൂടി വന്ന് റിഹേഴ്സൽ നല്ല ടൈറ്റായി. വൈകിട്ട് നമ്മൾ തകർക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയുടെ സ്റ്റേജ് റിഹേഴ്സലിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഫൈനലായിട്ട് എല്ലാവരും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് 3-4 റിഹേഴ്സലായിട്ടുണ്ട്. ഇവിടെ കൊടും തണുപ്പാണ്. നാട്ടിലെ മാതിരി അല്ല. ഇപ്പം ഹാളിനകത്ത് നിൽക്കാൻ വയ്യ, വെളിയിൽ നിൽക്കാൻ വയ്യ. സ്റ്റേഡിയത്തിൽ ഇന്നലെ പോയി ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ വൈകുന്നേരം കലക്കും. അപ്പം അതേ ഇങ്ങനെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. റിഹേഴ്സൽ ഇപ്പോൾ കണ്ടല്ലോ? ആരെ കണ്ടില്ല? റിഹേഴ്സൽ കണ്ടില്ല? കണ്ടു. അങ്ങനെ പറയാം. രസമായിട്ടുണ്ട്. നല്ല ഉഗ്രൻ സ്കിറ്റ് അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള സ്കിറ്റ്. ഭാഷണം ഷാജിയും സംഘവും അവതരിപ്പിക്കുന്ന അല്ലേ? ഈ സുരാജേട്ടൻ എന്തൊക്കെ പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്? എൻ്റെ ഒരു വരാൻ കിടക്കുകയുള്ളൂ. നിങ്ങൾ അതിപ്പോൾ ഷൂട്ട് ചെയ്യരുത്. സൂപ്പർ ഐറ്റങ്ങളാണ്. ഞാനും ഷാജോണും ദേവി ചേച്ചി എല്ലാവരും. ഞാൻ അതിൻ്റെ ഓഡിയോ കേട്ടിരുന്നു. ആണോ? ഓഡിയോ കേട്ടിരുന്നു. പിന്നെ നമ്മൾ ഭാഗ്യത്തിന് അതിനെ ടിനി ടോമിനെ കട്ടാക്കി. ടിനി ടോം ഇല്ല നമ്മൾ, അതാണ് വെറൈറ്റി. ഈ സ്കിറ്റിൽ നിന്ന് ടിനി ടോമിനെ നിങ്ങൾ കട്ടാക്കുന്ന മറ്റേ സ്കിറ്റിൽ നിന്ന് കട്ടാക്കുന്ന പറഞ്ഞു. ഏത് സ്കിറ്റ്? നമ്മുടെ ഇവന്റെ സ്കിറ്റ്. ആരാണ് നമ്മുടെ സ്ക്രിപ്റ്റ്? ശശാങ്കന്റെ സ്ക്രിപ്റ്റ് കട്ടാക്കി. അത് പാകിയാന്ന്. അത് കട്ട് ചെയ്ത് കളഞ്ഞ്. നിന്നെ കട്ട് ചെയ്ത് കളഞ്ഞ്. ചിരിക്കണ്ടേ അളിയാ? അല്ല, അതൊരു ആദ്യ രാത്രി ഇതാണ്. സെൻസറിങ് ഇങ്ങനെ കട്ടായി പോയതാണ്. അവർ മുറിച്ച് കളഞ്ഞാണ്. അതിന് മുറിച്ച് കളഞ്ഞാണ്. ഇത്തിരി കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞാണ്. അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെയൊന്നും അല്ലാന്ന് നമുക്കറിയാം. വേണ്ട, ഞങ്ങൾ വേറെ കളിച്ചോളാം അല്ലേ? അപ്പോൾ പൊളിക്കണം നമുക്ക്. ഇനി മണിക്കൂറുകൾ മാത്രമുള്ള ടിക്കറ്റ് എടുക്കണം. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോ. 7 മണിക്ക് തുടങ്ങും പരിപാടി. ഗംഭീര ഷോയാണ്. ടിക്കറ്റ് എടുക്കേണ്ട ഒരു 3 മണി വരെയാണ് ടിക്കറ്റ് സെയിലുള്ളൂ. അതൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. ഈ പറഞ്ഞതെല്ലാം പുള്ളിയാണ്, നമ്മളല്ല. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.